നമ്മുടെ ചിതറിന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് സെമി ടസർ ഫാബ്രിക് ചെയ്യിക്കുന്ന മോഡലാണ്. അപ്പോൾ ഇതിന്റെ തന്നെ പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ. ഓരോന്നിന്റെ മെറ്റീരിയൽ ഡിഫറൻസ് പിന്നെ ആ ഒരു പ്രിന്റിന്റെ ഡിഫറൻസ് ഒക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻ വരും. ഇത് നല്ല കളേഴ്സ് ആണ്, ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ്. നമ്മുടെ ഒരു സെമി ടസർ എന്ന് പറഞ്ഞ കാറ്റഗറി വരുമ്പോഴത്തേനും നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ നല്ല കളറാണ്, അതൊരു വൈൻ ഷെയ്ഡ്. ഇതുപോലെ ശരിക്കും നമുക്ക് അതിന്റെ അകത്ത് ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടസറിന്റെ അതേ ഫിനിഷ് തന്നെയാണ്. വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന ഫാബ്രിക് ആട്ടോ. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തതിന് കുഴപ്പമില്ല. ദുപ്പട്ടയും സെയിം മെറ്റീരിയൽ തന്നെ അതിൽ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും പ്രിന്റ് ഉണ്ട്. ഇതിൽ അത്രയും എടുത്ത് നിൽക്കത്തില്ല, ഇതിൽ കുറച്ചുകൂടി ഇങ്ങനെ തെളിഞ്ഞ ഒരു പ്രിന്റ് ആണ് വരുന്നത്. നല്ല രസമാട്ടോ. ശരിക്കും നമുക്ക് ആ ഒരു ടസർ ഫിനിഷ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്. നിങ്ങൾ ആ ഒരു പ്രൈസ് റേഞ്ച് കൊടുക്കുന്നതിൻ്റെതായ ഒരു ലുക്ക് എന്തായാലും എനിക്ക് കിട്ടും. പിന്നെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക് സെയിം ആ ഒരു വൈൻ ഷെയ്ഡ്, ഡാർക്ക് വൈൻ്റെ ഷെയ്ഡാ. ഇല്ല പ്രിന്റൂടെ വരുമ്പോഴത്തേനും കുറച്ച് ഡാർക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ചെറിയൊരു നമ്മുടെ ബൂട്ട ടൈപ്പ് ഡിസൈൻ അതിൽ അകത്ത് പോയിട്ടുണ്ട്. ഒത്തിരി ചെറിയൊരു വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട്. സിൽക്കിൽ വരുന്ന അതേ ലുക്കിൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്പർ U453, റേറ്റ് 1690 മാത്രമേ. 1690. ഇതിൽ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ കളറാണ്. ബ്ലൂവിന്റെ തന്നെ നല്ല ഷെയ്ഡാണ് കേട്ടോ. അതിനകത്ത് ഫുള്ളായിട്ട് പ്രിന്റ് സെയിം തന്നെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. പ്രത്യേകിച്ച് കളറിന്റെ ഉണ്ട്, ആ ഒരു മെറ്റീരിയലിന്റെ ഒക്കെ ഒരു രസമുണ്ട്. നല്ല റീസണബിൾ പ്രൈസുമാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ടസറിന്റെ ലുക്ക് കിട്ടും, പക്ഷെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ്. 1690 ഭയങ്കര അടിപൊളിയായിട്ടുള്ള സെറ്റ് എന്ന് തന്നെ പറയാം. വാഷ് ഒക്കെ ചെയ്യാം കേട്ടോ. ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോർമലി നമ്മുടെ ഇങ്ങനത്തെ മോഡലൊക്കെ ടസർ വരുന്നത് ഡ്രൈ വാഷ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ എടുക്കുവാണെങ്കിൽ കാണാൻ ആ ഒരു ലുക്ക് ഉണ്ട് താനും, എന്നാൽ നമുക്ക് നോർമൽ ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇത് മെറ്റീരിയൽ നമുക്ക് ആ ഒരു ജൂഡ് ഫിനിഷ് ഉണ്ടോ, ലൈൻ പോലത്തെ ഒരു ഡിസൈൻ ചെറുതായിട്ട് സെൽഫായിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി ഇതിൻ്റെ അകത്ത് അത്ര എടുത്ത് കാണിക്കത്തില്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. ബോട്ടം സാറ്റിൻ സിൽക്ക് ആട്ടോ. ഇതിന്റെ നമ്പർ U450, റേറ്റ് 1690. നെക്സ്റ്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. അടിപൊളി കളേഴ്സ് ആട്ടോ എല്ലാം. ഇതൊരു ആ ഒരു കളർ കോമ്പിനേഷന്റെ എടുപ്പ് എന്തായാലും ഉണ്ട്. പിന്നെ ഇതിന്റെ ബോർഡറിലാണെങ്കിലും ദുപ്പട്ടയ്ക്കകത്ത് സെയിം നമുക്ക് സിൽക്കിൽ വരുന്ന പോലെ തന്നെ ചെറിയൊരു വീവിംഗ് പാറ്റേൺ, എന്നാൽ ഭയങ്കര എടുത്തൊന്നും നിൽക്കത്തില്ല, ലൈറ്റ് ആയിട്ടുള്ള വീവിംഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര നല്ലൊരു സെറ്റാണ്. നമുക്ക് ഈ ഒരു പ്രൈസിനനുസരിച്ചുള്ള നല്ലൊരു സെറ്റ് എന്ന് തന്നെ പറയാം. ബോട്ടം സാറ്റിൻ സിൽക്ക് ആട്ടോ, സെയിം കളർ. ഇത് നോർമൽ ബ്രൗൺ അല്ല, നമ്മുടെ കോഫി ബ്രൗണിന്റെ ഒരു ടൈപ്പ് അല്ല, ഒരു കുറച്ചുകൂടെ ലൈറ്റും ഡാർക്കും കോമ്പിനേഷൻ കൊടുത്താണ് ചെയ്തേക്കുന്നത്. ഒരു മിക്സഡ് ടൈപ്പ് കളറാണ് വരുന്നത്. നല്ല എടുപ്പുള്ള ഷെയ്ഡാട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡും എല്ലാം ചേരുന്ന കളറാണ്. ഒത്തിരി അങ്ങ് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ തരത്തില്ല, എല്ലാവർക്കും തന്നെ ചേരുന്ന ഷെയ്ഡ് അതൊക്കെ. പിന്നെ നമ്പർ U451, റേറ്റ് 1690. ഇതിൽ 4 ഷെയ്ഡ്സ് ആണ് വരുന്നത്. നാലാമത്തെ കളർ വരുന്നത് ഒരു നല്ല ഗ്രീൻ ഷെയ്ഡാട്ടോ. പെട്ടെന്ന് നമുക്ക് ബ്ലാക്കോ ആഷോ ഒക്കെ പോലെ തോന്നിക്കുന്ന ആ ടൈപ്പ് ഒരു, പക്ഷേ ഗ്രീൻ ആണ് മെയിൻ കളർ വരുന്നത്. നല്ല ഡാർക്ക് ആയിട്ട് ആയതുകൊണ്ട് ബ്ലാക്കും ആയിട്ടൊക്കെ ഒരു ഏകദേശം കോമ്പിനേഷൻ വരുന്നുണ്ട്. അകത്തെ കളറ് ശരിക്കും നമുക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡൂടെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ബ്ലാക്ക് ഫീലിൻ്റെ അകത്ത് തോന്നിക്കും, പക്ഷെ ശരിക്കും ഗ്രീൻ ആട്ടോ. നല്ല രസമുണ്ട്, എല്ലാ കളേഴ്സും നല്ലതാണ്. ഒന്നിനെയും അങ്ങനെ കുറ്റം പറയാനില്ല, എല്ലാം നല്ല ഷെയ്ഡ്സ് തന്നെയാണ്. ബോട്ടം വരുന്നത് സെയിം കളർ സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്. അതൊന്ന് കാണിച്ചേക്കാവേ. ഇതിനകത്ത് ചെറിയൊരു കളർ വേരിയേഷൻ കാണും. ഇത് കൊടുത്തേക്കുന്നത് നോക്കിയാൽ മതി. നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമ്പർ U452, റേറ്റ് 1690.